ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കിടിലൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പരിപ്പ് കുത്തിക്കാച്ചിയത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന പരിപ്പാണ്. സാധാരണയായിട്ട് എല്ലാവരും തുവരപ്പരിപ്പ് യൂസ് ചെയ്തിട്ടാണ് പരിപ്പ് കുത്തിക്കാച്ചി ഉണ്ടാക്കുക. പക്ഷേ ഞങ്ങൾ ഏത് പരിപ്പിൻ്റെ കറിക്കും ഞങ്ങൾ എടുക്കുക ചുവന്ന പരിപ്പാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റൊന്നും ഒരു മാറ്റമില്ല. നമുക്കിനി പരിപ്പിനെ വേവിക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളകും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പരിപ്പ് പതഞ്ഞ് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പരിപ്പിന് ഒരു 2 to 2.25 കപ്പ് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. വെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് വേവാൻ 1 വിസിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പരിപ്പിപ്പം നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത്ര വേവണ്ട കേട്ടോ. എന്നോടിത് 2 വിസിലായി പോയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് 1 വിസിലടിഞ്ഞ് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൽ എയർ കളഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിൽ കിട്ടും. ഇത്ര വെന്തെന്ന് വെച്ചിട്ട് ടേസ്റ്റൊന്നും യാതൊരു മാറ്റമില്ല. വേവുന്നത് നല്ലതാണ്. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഇടാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ചെറിയ ഉള്ളിനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരിഞ്ഞു പോകരുതേ. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ വഴന്നാൽ മതി. ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വഴന്ന് വന്നാൽ നമുക്കിതിലോട്ടേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ മസാല പൗഡറുകളൊന്നും നമ്മൾ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്കിന് ഇതിൻ്റെ കളറും പച്ചമണമൊക്കെ മാറി കറക്റ്റ് പാകമാവും. ഞാൻ ഇതിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല എല്ലായിടത്തും എത്തുന്ന പോലെ ആവണേ. ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 മിനിറ്റൊക്കെ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മളെ പരിപ്പ് കുത്തിക്കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടി ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇത്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. പരിപ്പ് കുത്തിക്കാച്ചത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.